അമ്മായിയമ്മയെ വളക്കാൻ 5 കിടിലൻ വഴികൾ. അങ്ങനെയൊക്കെ വളയോ ഉസ്താദേ? അതായത് നമ്മളിപ്പോൾ റജബ് മാസത്തിലുള്ളത് അല്ലേ, റജബുൻ ഷഹറുള്ള, അള്ളാൻ്റെ മാസമാണ്. ഇവിടെ ഉഴുതുമറിച്ച് വിത്തെറിഞ്ഞ് നന്നായി കിളച്ചൊക്കെ റെഡിയാക്കിയാലാണ് റമദാനിൽ പോയി നമുക്കിങ്ങനെ സംഗതി കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിത്തെറിയുമ്പോഴും, അതായത് ഇബാദത്തൊക്കെ ചെയ്ത് ഭംഗിയായി നമ്മുടെ മനസ്സിനെ റെഡിയാക്കണമെങ്കിൽ ഇവിടെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ തെറ്റി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, ഒരു ഇബാദത്തും സ്വീകരിക്കൂല, ഒരു റമദാനും നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മായിയമ്മ പ്രശ്നം പറഞ്ഞ് പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത് കണ്ടു. ഉസ്താദേ, എൻ്റെ അമ്മായിയമ്മേനെ കൊണ്ട് ഒരു സമാധാനമില്ല, ഒന്ന് ദ്വാരക്കണം അമ്മായിയമ്മ നന്നാവാൻ എന്നാണ്. എന്നാലേ അമ്മായിയമ്മയെ നമുക്കൊന്ന് വളച്ചെടുത്താലോ? ഒരു 5 കിടിലൻ വഴികളുണ്ട്. ഈ സ്വഭാവ ഹൈറിലൂടെ കുടുംബ ബന്ധങ്ങളൊക്കെ ദൃഢാകട്ടെ. നമുക്കതല്ലേ ആദ്യം വേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. അല്ലാഹു എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അമ്മായിയമ്മ ഒരു ഭീകരിയാണോ? ചില അമ്മായിയമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഉസ്താദെ, ഞാനല്ല, അവളാണ് ഭീകരി. എവള്? മരുമോള് അല്ലേ? അപ്പോൾ ആരാണിതിൽ യഥാർത്ഥത്തിൽ ഭീകരികൾ? ചില വീടുകളിൽ അമ്മായിയമ്മ നല്ലൊരു കൂടിയ അമ്മായിയമ്മയായിരിക്കും. ചില സ്ഥലങ്ങളിൽ മരുമോളാണ് അങ്ങനെ അല്ലേ? ചില സ്ഥലങ്ങളിൽ അമ്മായിയമ്മ ഭയങ്കര പാവമായിരിക്കും, ചില സ്ഥലത്ത് മരുമോള് പാവമായിരിക്കും. മരുമോൾ നമുക്ക് പിന്നെ എടുത്താൽ പോരെ, അവിടെ ഇരിക്കട്ടെ. നമുക്കിന്ന് അമ്മായിയമ്മേനെ എടുക്കാം. അതായത് അമ്മായിയമ്മയെ വളയ്ക്കാനായിട്ട് 5 വഴിയാണ് നമ്മളിന്ന് പറയണത്. ഈ അമ്മായിയമ്മയെ നമ്മൾ കൃത്യമായിട്ട് വളച്ചൊടിച്ച് കയ്യിൽ വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് സമാധാനം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മൾ ഒരു വള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് പുഴയുടെ മേലെ ഒരു വള്ളത്തിൻ്റെ മേലെ അല്ലെങ്കിൽ വഞ്ചിയുടെ മേലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വഞ്ചിയിൽ നമ്മൾ 2 കാലും കൂടെ വെക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ചില മനുഷ്യന്മാർ 2 വഞ്ചിയിൽ ഓരോ കാല് വെക്കും. അത് ഒരു വഞ്ചിയിൽ ഒരു കാല്, മറ്റ് വഞ്ചിയിൽ വേറെ കാല്, ഇങ്ങനെ പോകും. അപ്പോൾ ഒരു സൈഡിലേക്ക് ഒരു വഞ്ചിയും പോവും, ഈ സൈഡിലേക്ക് ഈ വഞ്ചിയും പോവും. ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? കീറിപ്പോവും. ഇതുപോലെ അമ്മായിയമ്മയുടെ അടുത്ത് ഒരു കാല്, കെട്ടിയോക്കരുടെ അടുത്ത് ഒരു കാല്, 2 എണ്ണത്തിനെയും കൊണ്ടേ കളയാൻ പറ്റുമോ? ഒന്ന് ഉമ്മായാണ്, ഒന്ന് കെട്ടിയോളാണ്, കൊണ്ടേ കളയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പടച്ചോനെ അതിൻ്റെ ഇടയിൽ പെട്ട് നിൽക്കണ പാവപ്പെട്ട ആണുങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് സമാധാനം കിട്ടണം. അപ്പോൾ കെട്ടിയോന് സമാധാനം ഉണ്ടായാലാണ് നമ്മുടെ ലൈഫിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ട് ജീവിതം അങ്ങ് തകർന്നു പോകും. അങ്ങനെ തകരാൻ സമ്മതിക്കണോ? വേണ്ടല്ലോ, ലൈഫ് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ അതായത് അമ്മായിയമ്മമാർ പലതരം അല്ലേ? അപ്പങ്ങളെമ്പാടുമാണ്, അമ്മായിയമ്മമാരെമ്പാടും അല്ലേ? ഇരിക്കട്ടെ. ഏതായാലും അമ്മായിയമ്മമാർ പലതരം. ഏതാണ്ട് 70% അമ്മായിയമ്മമാർ നമ്മൾ ഈ പറയാൻ പോണ വിധത്തിലുള്ളതാണ്. 30% നല്ല ക്രൂവൽ മൈൻഡഡ് ആയിട്ടുള്ള അമ്മായിയമ്മമാരുണ്ട്. സ്വഭാവുൽ ഖൈർ കേൾക്കുന്ന എല്ലാ അമ്മായിയമ്മമാരും നല്ല അമ്മായിയമ്മമാരാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളെയാണ് പറയണത് നിങ്ങൾ വിചാരിക്കരുതേ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഇത് കേൾക്കണം, മരുമോളും നല്ല മരുമോളാണ് കേട്ടോ. ഞാൻ ഇതിന് പുറത്തുള്ളവരെയാണ് പറയണതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഏതായാലും അമ്മായിയമ്മമാരിൽ 70% നമ്മളിനി പറയാൻ പോകുന്ന വിഭാഗമാണ്. 30% ഇച്ചിരി ക്രൂവലാണ്. അവരെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. ഈ 70% അമ്മായിയമ്മമാർക്ക് പറ്റുന്ന എന്താണെന്നറിയോ? അതായത് കല്യാണം കഴിയലോടുകൂടെ, അതായത് തൻ്റെ മകൻ്റെ കല്യാണം കഴിയലോടുകൂടെ അവരൊറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലിലേക്ക് അവർ വരികയാണ്. എൻ്റെ ഉസ്താദെ അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഉമ്മയോട് ഫുഡ് ഉണ്ടാക്കും, ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അതൊന്നുമല്ല അവിടെ വിഷയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അമ്മായിയമ്മ പോരുണ്ടാകുന്നതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാരണം ആ ഉമ്മാക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആ ഉമ്മ തന്നെ ആയിരിക്കും നിങ്ങളെ പെണ്ണ് കണ്ടൊക്കെ റെഡിയാക്കിയതും കല്യാണത്തിനെല്ലാം മുമ്പിൽ നിന്നതൊക്കെ ആ ഉമ്മയാണ്. നിനക്ക് പാല് വരെ കൊണ്ടുവന്നത് ആ ഉമ്മയായിരിക്കും. ഒക്കെ ശരി തന്നെ. പതിയെ ഉമ്മയുടെ മനസ്സിലൊരു തോന്നൽ, എൻ്റെ മോനിപ്പം എന്നെ സ്നേഹിക്കണില്ല, എൻ്റെ മോനിപ്പം എന്നെ വേണ്ട, അവളെ മാത്രം മതി. ഈ ഒരു ചിന്ത നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലും വരും. ഉസ്താദ് പിന്നെ മോനെ കെട്ടിച്ചെന്തിനാ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. സംഗതി ശരിയാണ്. പക്ഷേ ഒരു ഉമ്മയുടെ വസ്തു നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അവനെ ഗർഭം ചുമന്ന് വേറെ ഡയലോഗ് വരും. അപ്പം ഞങ്ങൾക്ക് ഉമ്മയില്ലേ? ആ ഉമ്മ ഒരു ബോധ്യത്തിൽ നിൽക്കുകയാണ്, എൻ്റെ മോള് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണെന്നുള്ളൊരു തോട്ടിൽ ആ ഉമ്മ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എത്തിയിട്ടില്ല.
നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഉമ്മയും ഒരു ആൺകുട്ടിയുടെ ഉമ്മയായി വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ ഉമ്മയും ഈ പറഞ്ഞ 70% പെട്ടതാണെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിൽ ഇതുണ്ടാവും. അവർ പ്രസവിച്ച് വളർത്തി അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത്, പാല് കൊടുത്ത്, ചായ കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, എല്ലാം ഉമ്മ 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 ഉമ്മിച്ചിയെ 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 എന്നുള്ള വിളി കേട്ടായിരിക്കും ഈ പ്രായം വരെ അവൻ എത്തിച്ചത്. പെട്ടെന്നൊരു ദിവസം രാവിലെ ഉമ്മിച്ചി വിളിയില്ല. എടി ചായ എടുത്തേ ഉണ്ടോ, ഉമ്മിച്ചി പോയി. ഇത് സ്വാഭാവികമാണ്. ഈ ഉമ്മയുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉമ്മാനെ ആശ്രയിക്കാറില്ലല്ലോ. നമ്മളെ പ്രിയപ്പെട്ടുള്ള നമുക്ക് എടുത്തു തരാൻ റെഡിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ആർക്കിടയിൽ? ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ഉമ്മാനെ ഒന്ന് സോപ്പിട്ട് പരുവത്തിൽ നിർത്തണം. എങ്ങനെ സോപ്പിടണം? ഉമ്മാക്ക് ഈ മോൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നൽ ഉമ്മയുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെ? ഉമ്മാക്ക് ഈ മോൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നൽ ഉമ്മയുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായോ? എൻ്റെ മോൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉമ്മാക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള 5 കാര്യങ്ങളാണ് ഈ പറയണത്. ഉസ്താദേ ഞങ്ങളങ്ങനെ ആക്കെ അവിടെ നിൽക്ക്, ഈ ഞാൻ അല്ലെങ്കിൽ ഞാൻ കിട്ടിയോളല്ലേ, ഞാൻ ഭർത്താവല്ലേ, അതൊക്കെ അവിടെ നിൽക്ക്. വയസ്സായില്ലേ ഉമ്മ, നമ്മൾ അവരെ നന്നാക്കാൻ നോക്കി കഴിഞ്ഞാൽ നന്നാവില്ല. നമുക്ക് അവരൊന്ന് മെരുക്കിയെടുക്കാനേ പറ്റുള്ളൂ. ഒന്ന് മെരുക്കി നോക്ക്, ലൈഫ് അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ ഉസ്താദിന് അങ്ങനെയൊക്കെ പറയാം. മക്കളെ, ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളെന്ന നിലയ്ക്ക് പല കേസുകളും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അനുസരിച്ച എല്ലാവരുടെയും ലൈഫ് അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ ഒരു പിന്നെ ഉസ്താദ് അങ്ങനെയൊക്കെ പറയും. ഉസ്താദ് പിന്നെ അമ്മായിമ്മയുടെ സൈഡാണ്, പിന്നെ എൻ്റെ അമ്മായിമ്മയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. ആ പറഞ്ഞത് ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. 5 കിടിലം വഴികൾ. ഭീകരികളായ അമ്മായിയമ്മമാരെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അതവിടെ നിൽക്കട്ടെ. ഭീകരികളായ അമ്മായിമാർ അത് ഭയങ്കര ഭീകരികളാണ്. അതവിടെ നിൽക്കട്ടെ, അതൊന്ന് മറ്റൊരു അവസരത്തിൽ പറയാം. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരും ഇല്ലയെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതായാലും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹം ആരെയാ വിവാഹം കഴിക്കണേ? ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മുത്ത് ഹബീബിൻ്റെ പൊന്നുമോളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ച് പറയുന്നുണ്ട്, ഫാത്തിമ കല്യാണം കഴിഞ്ഞപ്പോഴേ നീ അലിയാരെ സ്നേഹിക്കണേ, അലിയെ സ്നേഹിക്കണം. അതുപോലെ തന്നെ അലിയുടെ ബാപ്പയെ, ഉമ്മയെ, അലിയുടെ മാതാപിതാക്കളെ നീ വല്ലാതെ സ്നേഹിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്കൊരു പാടാണ്. കെട്ടിയവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കേൾക്കാൻ മാത്രം ആ തോട്ടൊക്കെ മാറ്റി വെക്കണം. മനസ്സിലായ? അതായത് നമ്മൾ കെട്ടിയവനെ വളച്ചൊടിച്ച് എനിക്ക് മാത്രം വേണ്ടി കൊക്കൂ എന്നും പറഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അങ്ങനെ ഈ വളച്ചൊടിച്ചുണ്ടാക്കണതല്ല സ്നേഹം. ആ കെട്ടിയവൻ്റെ ഉമ്മയെ, ആ കെട്ടിയവൻ്റെ സഹോദരങ്ങളെ, കെട്ടിയവൻ്റെ ഉപ്പയൊക്കെ ഒന്ന് സ്നേഹിച്ച് വെക്കുമ്പോൾ നിന്നെ അവനിങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. അത് പുള്ളിക്ക് ബോധ്യപ്പെടണം കേട്ടോ. അപ്പോൾ അതിനുള്ള 5 വഴികളാണ് നമ്മൾ പറയേണ്ടത്. അമ്മായിയമ്മയെ മെരുക്കാൻ. ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം. ഒന്നാമത്തേത് ഇച്ചിരി നാടകം കളിക്കണം. എന്താണത്? ഓപ്പണായ സ്നേഹപ്രകടനമാണ്. ഓപ്പണായ സ്നേഹപ്രകടനം വേണം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദ്. പോലെ ചിലർ പറയും എനിക്ക് കാക്കാടുമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് കരച്ചിലങ്ങോട്ട് വരും. ചിലരങ്ങനെ എനിക്ക് കാക്കാടുമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ് ഉസ്താദേ. മോളെ നിനക്ക് ഇഷ്ടമാണെന്നുള്ളത് നീ പ്രകടിപ്പിച്ചോ. ഞാനിപ്പോൾ എങ്ങനെ പ്രകടിപ്പിക്കണം? അത് ഉമ്മാക്ക് ഫീൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചില സമയത്തൊക്കെ ഭർത്താവിനോട് പറയാം, ഉമ്മ കേൾക്കുക ഒന്ന് വിളിച്ച് പറയാം, ഈ കാക്ക അതേ ഉമ്മച്ചിക്കുള്ളത് മേടിക്കണം കേട്ടോ, ഉമ്മച്ചിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല, കാക്ക വേണ്ടതൊക്കെ കറക്റ്റായിട്ട് മേടിച്ച് കൊടുക്കണം കേട്ടോ, ഉമ്മച്ചീനെ മറക്കല്ലേ, ആ സാധനം ഉമ്മച്ചിക്കും കൂടെ മേടിക്കണേ, ഡ്രസ്സ് എടുക്കുമ്പോൾ ഉമ്മച്ചിയും കൂടെ എടുക്കണേ എന്നൊക്കെ ഉമ്മ കേൾക്കുക ഒന്ന് വിളിച്ച് പറയുമ്പോൾ ഇവിടെ കൊള്ളാട്ടാ, ഇവിടെ നമ്മുടെ മോനങ്ങനെ ഒറ്റക്ക് കൊണ്ടുപോകുന്ന ടൈപ്പല്ല, കുഴപ്പമില്ല, ഇച്ചിരി നല്ലതാ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വഴി എടുക്കണം നമ്മൾ. എന്താ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉമ്മാനോട് ഷെയർ ചെയ്യുക. അടുക്കളയിൽ പോയി നിൽക്കുമ്പോൾ വെറുതെ വർത്താനം പറയാം. നമ്മൾ പിന്നെ ഞാൻ PG കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ PhD എടുത്തതാണ്, ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്, ആ സാധനമൊക്കെ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഇൻഫോസിസിൽ തന്നെ കിടക്കേണ്ടി വരും, വീട്ടിൽ കിടക്കാൻ പറ്റില്ല. അവിടെ എന്താ പറയേണ്ടത്? അവിടെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ഷെയർ ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉമ്മാനോട് പറയാം, അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്നൊക്കെ. സംഗതി മണ്ടത്തരാണെന്ന് നമുക്കറിയാം, പക്ഷേ ആ ഷെയറിങ്ങിലൂടെ എന്നെ അവൾ വല്ലാതെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലിലേക്ക് ഉമ്മ എത്തും. പിന്നെ നിന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ മൂന്നാമത്തത്, നീ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഈ ഒന്നിൽ പെട്ടതാണ് മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഒരു തുടർച്ചയാണത്, ബാക്കിയുള്ളതിലേക്ക് വരാം. നീ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നീ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാണ്, ഉമ്മച്ചിക്ക് എന്താ വേണ്ടേ? ഉമ്മച്ചിക്ക് ഒന്നും വേണ്ട മോളെ, എന്നാലും പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മടയിലോട്ട് കൊടുക്കുക.
മനസ്സിലാകുന്നുണ്ടോ? ഉസ്താദ് ഞങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വാങ്ങിച്ചു കൊടുത്താൽ മാത്രം പോയി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ വരണം, എല്ലാം ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലെ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോഴേ ഉമ്മച്ചീനോട് ഉമ്മച്ചി ഫ്രണ്ടിലേക്ക്, ഞാൻ ബാക്കിലിരുന്നോളാം. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും എനിക്ക് എൻ്റെ ഇക്കാക്കാട് കൂടെ ഇരിക്കണം, സംഗതി ശരിയാണെന്ന് വെറുതെ പറയുന്നേ. ചിലപ്പോൾ കയറി ഇരുന്നാലും സാരമൊന്നുമില്ല, ഇരുന്നോട്ടെ. നിങ്ങൾക്ക് സമാധാനമല്ലേ വേണ്ടത്? ഭൂരിഭാഗം ഉമ്മമാർ 1-2 തവണയൊക്കെ അങ്ങനെ കാണിച്ചാലും പിന്നെ വന്ന് മോളവിടെ ഇരിക്കുന്നത്, പിന്നെ ഞാൻ പുറകിലിരുന്നോളാം എന്ന് പറയും. മനസ്സിലായോ? അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഉമ്മച്ചീനോട് പറയും, ഉമ്മച്ചിയെ ഇക്കാക്കയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല, ഉമ്മച്ചി ഒന്ന് പറഞ്ഞു തന്നേ. സംഗതി നിനക്കറിയാം, നീ കെട്ടിയവനോട് സംസാരിച്ചിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും ഉമ്മാനൊന്ന് പരിഗണിക്കാം. ഇക്കാക്ക് എന്തൊക്കെ ഉമ്മച്ചി ഇഷ്ടം, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? പറയും, എടീ പുള്ളേ അവന് 7 മണിക്ക് തന്നെ കാപ്പി കിട്ടണം, അലി കിടന്ന് ബഹളമാണ് ഇവിടെ. ആണോ? കാപ്പിയെന്ന് ഞാൻ കൊടുക്കണം ഉമ്മച്ചി കൊടുക്കണോ? നീ കൊടുക്ക്. ഓക്കെ, റെഡിയായി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഓരോ വിഷയങ്ങളും ഉമ്മാനോട് ചോദിച്ച് മനസ്സിലാക്കുക. അതായത് ഇവക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള തോന്നൽ വേണം. ഇപ്പോൾ ട്രെൻഡിയായ മരുമക്കളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോകാൻ നേരത്ത് ഉമ്മാനൊന്ന് ചേർത്തിരുത്തിട്ട് എവിടെ ഉമ്മച്ചി വന്നേ, ഞാൻ ആ മഫ്ത ഒന്ന് ചുറ്റിത്തരട്ടെ, ആ മഫ്തയൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് ഉമ്മച്ചീനെ ഒന്ന് പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ല സുന്ദരിയാണ് കേട്ടോ ഉമ്മച്ചി എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് പോയി കടിയിടന്ന്. അങ്ങനെ വളയ്ക്കാൻ പറ്റുന്ന സാധനം ഇരുമ്പൊലക്കൊന്നുമല്ലല്ലോ വളയാതിരിക്കാൻ. മനുഷ്യ മനസ്സല്ലേ, നിങ്ങളെപ്പോലൊരു പെണ്ണല്ലേ അതും, അല്ലേ? വലുതാവുമ്പോൾ നിങ്ങളും ഇങ്ങനെ ആവും, അതാണ് വിഷയമേ. അങ്ങനെ ആകരുത്. ഇതിപ്പോഴേ നന്നായി പ്രാക്ടീസ് ചെയ്യണം. പലരും ഇതിനൊന്നും ശ്രമിക്കണില്ല. നമുക്ക് എന്തോരം അവസരങ്ങളാണ് ഈ മഫ്ത റോൾ ചെയ്യൽ പോലെ, നിരന്തര അവസരങ്ങൾ നമ്മളെ തേടി വരികയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മുതലാക്കാൻ ശ്രമിക്കലാണ് ഒന്നാമത്തേത്. ഓക്കെ. രണ്ടാമത്തേത് എന്താണ്? ഓപ്പണായ സംസാരമാണ്. തുറന്ന് സംസാരിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ ചെല്ലുക, ഉമ്മച്ചി ഇങ്ങോട്ട് നോക്കി, എവിടെ നിന്ന് സ്നേഹത്തോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉമ്മച്ചിയല്ലേ എന്നെ പെണ്ണ് കണ്ടത്, അല്ലേ? ഉമ്മച്ചി ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇക്കാക്ക് എന്നെ കല്യാണം കഴിച്ചത്, അല്ലേ? പിന്നെ എന്താ ഉമ്മച്ചിക്ക് എന്നോട് മാത്രമൊരു ദേഷ്യം? ഞങ്ങൾ രണ്ടുപേരും ഉമ്മച്ചിയുടെ മക്കളല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരേണ്ട ഉമ്മച്ചിയല്ലേ, അല്ലേ? എന്ന ഒരു രീതിയിൽ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. എന്നിട്ടൊന്ന് ചിരിച്ചേ, ഉമ്മച്ചിയും ചിരിച്ചേ, എവിടെ കാണട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഉമ്മാനെ ഒന്ന് കയ്യിലെടുക്കാൻ നോക്കുന്നേ. ഓപ്പണായിട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ ഉമ്മായിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നാട്ടുകാരെയൊക്കെ വിളിച്ച് അറിയിക്കുകയല്ലേ വേണ്ടത്, നീ തന്നെ നേരിട്ട് പോയി ഓപ്പണായി സംസാരിക്കാം. അതുപോലെ ചില ഉമ്മമാർ സങ്കടം പറയുന്നുണ്ട്, എൻ്റെ പൊന്നുസ്താദേ വൈകുന്നേരം ആകുമ്പോൾ മനുഷ്യനാകെ വട്ടുപിടിക്കുക, എണീക്കാക്കെ വരുമ്പോൾ 9 മണിയാവും. ഇവളാണെങ്കിൽ വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് റൂമിൽ കയറി അവിടെ അടച്ചിട്ടിരിക്കും. അങ്ങനെ ഇരിക്കരുത്. ഒന്ന് വൈകുന്നേരമൊക്കെ ഉമ്മാരുടെ അടുത്ത് വന്നിരുന്ന് കുറേ കളിയും തമാശയും കഥകളൊക്കെ പറഞ്ഞ് മക്കളൊക്കെ ആയിട്ടിരുന്ന് എന്തൊരു സന്തോഷമായിരിക്കും. അതായത് ഒരു കാര്യം മക്കളെപ്പോഴും ഓർത്ത് വെച്ചോ, കമാ തദീനുത്തുദാൻ, നിങ്ങളെന്താണോ ഇപ്പോൾ കാണിക്കണത് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞാനെൻ്റെ പൊന്നു മക്കളെ, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ കാണിക്കുന്നത് എന്താണോ അത് പടച്ചോൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ സിമ്പിളാണ്. ഉമ്മയായിട്ട് കാണുക. ആരായിട്ട് കാണുക? അമ്മായിയമ്മയായിട്ടല്ല, നിൻ്റെ ഉമ്മയായിട്ട് കാണാം, ഇല്ലേ? ഇപ്പം നിൻ്റെ ഉമ്മ വഴക്ക് പറയാറില്ലേ? ഈ ചെവി കൂടെ കേട്ട് ഇതിലേ വിടും, ഇല്ലേ? അതിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്ന അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. എന്നാൽ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞു നോക്കട്ടെ, എന്താ സംഭവിക്കുക? തള്ളകം എന്താണ്, എന്നെ കണ്ടുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലേ? അത് മാറ്റി വെക്കണം. നിൻ്റെ ഉമ്മ വഴക്ക് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കരുതിയാൽ മതി. രണ്ടുപേരും ഉമ്മയാണ്. ഇപ്പോൾ ഭർത്താവിനോട് അങ്ങനെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? നിൻ്റെ ഭാര്യയുടെ ഉമ്മ നിൻ്റെ ഉമ്മയാണ്, കണ്ടോ, നിൻ്റെ ഉമ്മയാണ്. തിരിച്ചു അപ്പോൾ അങ്ങനെ തന്നെ, ഭർത്താവിൻ്റെ ഉമ്മ നിൻ്റെ സ്വന്തം ഉമ്മയാണ്. അമ്മായിയമ്മ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും. മരുമകൾ അതൊക്കെ മാറ്റി വെക്കുക. ഉമ്മയും മോളുമായിട്ട് നിങ്ങൾ ജീവിച്ചു നോക്കി, എന്ത് രസമാണ് മക്കളെ, എന്ത് രസമാണ്. ഉമ്മയായി കാണുക, അവളെ നിങ്ങൾ മോളായും കാണുക. ഞാൻ മോളായിട്ടാണ് കാണുന്നത് ഉസ്താദേ, ചില ഡയലോഗുകളാണ്. പക്ഷെ അമ്മേനെ കെട്ടവൾ വന്ന് കയറിയപ്പോൾ തുടങ്ങി ഒക്കെ വെറുതെ തള്ളാൻ കൊള്ളുക, അല്ലേ? തള്ളടിയല്ലേ നിങ്ങൾ, ഉള്ളതുള്ളതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ മോളായിട്ട് കാണണം. ഞാൻ മോളായിട്ടാണ് അവളെയൊക്കെ കണ്ടത്, അവളെൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചു ഉസ്താദേ എന്നൊക്കെ പറയണത്. നിങ്ങളുടെ മോൻ്റെ ജീവിതമാണ് നശിപ്പിച്ചത്, അപ്പോൾ അവളാരാ? മോളായിട്ടാണ് കണ്ടെങ്കിൽ അങ്ങനെയല്ലോ പറയേണ്ടത്. ഒരു പരിധിവരെ മോൻ്റെ ജീവിതം നശിക്കാൻ ഉമ്മമാർ നിങ്ങൾ കാരണമാണ്. അപ്പോൾ അവനൊരു ജീവിതം, നല്ല റാഹത്തായ ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ എന്നേ പരസ്പരം ഉമ്മയും മോളുമായി തീരാ. നാലാമത്തേത് അവരുടെ കുറ്റങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാരല്ലേ, പ്രായമായ ആൾക്കാരാണ്, കുറ്റങ്ങളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണുമ്പോൾ തന്നെ അകത്തോട്ട് കയറി ഫോൺ എടുത്തിട്ട് ഉമ്മച്ചി ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഉമ്മ ഇങ്ങനെ ചെയ്യണം ഉമ്മച്ചി, അല്ലോ എൻ്റെ മോക്കടെ ഒരവസ്ഥയെ. പിന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഇവക്കടെ മനസ്സിലേക്കും എൻ്റെ മോൾ ആ തള്ളയുടെ അടുത്തോട്ട് പോകണ്ട കേട്ടോ, ആ തള്ള അവിടെ കിടന്ന് അങ്ങനെ ആവട്ടെ, ആ തള്ള എട്ടങ്ങാറായി പുഴുത്തേ ചാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ സ്വന്തം ഉമ്മമാരുണ്ട്. അങ്ങനെയുണ്ട്, പലരും അങ്ങനെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നാട്ടുകാരെ അറിയിക്കുകയല്ല വേണ്ടത്, അതവിടെ ഡീൽ ചെയ്യപ്പെടണം. മറ്റുള്ളവരുടെ കുറ്റം നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ പറയാൻ 100 ആളുണ്ടാവും. മനസ്സിലായോ?
സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് പറയുന്ന ഒരാൾ അങ്ങനെ ആകാൻ പാടില്ല. അവിടെ നിന്ന് കിട്ടുന്ന മറുപടി വളരെ മോശമായിരിക്കും. ഭൂരിഭാഗം ഉമ്മമാരും അങ്ങനെ തന്നെ കേട്ടോ. സ്വന്തം മോളോട് ആ ഉമ്മാനെ, ഭർത്താവിൻ്റെ ഉമ്മാനെ പരിഗണിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ഉമ്മമാർ കുറവാണ്. ഇപ്പോൾ ഈ അടുത്തൊരു ഒരു മസ്ലഹത്ത് കേസ് ഉണ്ടായി. അപ്പോൾ അതിൽ ആ പയ്യൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുസ്താദേ, എൻ്റെ ഉമ്മാനെയൊക്കെ കണ്ടുകൂടാ. ചോദിച്ചു എന്തേടാ? എൻ്റെ ഉമ്മയുടെ മുഖത്തോട്ട് നോക്കൂല, എൻ്റെ ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല, എൻ്റെ ഉമ്മ ഒരു കാര്യം ചെയ്യൂല, രാവിലെ എണീക്കൂല. അപ്പോൾ എന്താ കാരണം? കാരണം ദീ തള്ളയാണ്. ഏത് തള്ള? ഇവക്കടെ ഉമ്മയാണ്. ഞാൻ പറയും തള്ളയല്ല, ഉമ്മ. മര്യാദക്ക് വിളിക്കണം, നിൻ്റെ ഉമ്മയാണത്. പക്ഷെ അത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ തന്നെയാണ് ആ വില കളഞ്ഞത്. വെച്ചാൽ എന്തേടാ, ഇവർ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ രാവിലെ 6 മണിക്ക് വിളിക്കും. 6 മണിക്ക് വിളിച്ചുകൊണ്ട് എൻ്റെ കെട്ടിയോട് ചോദിക്കണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ കെട്ടിയോട് ചോദിക്കണത് എങ്ങനെ അറിഞ്ഞു? റെക്കോർഡറാണ് ഉസ്താദെ. ഒരു ദിവസം ഇവള് സംസാരിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട വർത്താനം പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഞാൻ കിടപ്പുണ്ടായിരുന്നു. ഞാനുണ്ടെന്ന് പറയണ്ട, ഞാനിങ്ങനെ പൊത്തി പിടിച്ചു മിണ്ടണ്ടാന്ന്. ഇവളാണെങ്കിൽ ഇങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ടപ്പോൾ എടീ തള്ള എണീറ്റാ ആര്? സ്വന്തം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ആ ഉമ്മച്ചി കെട്ടിയവന് അടുത്തുണ്ടല്ല, ഉമ്മച്ചി ഉമ്മ അടുക്കളയിലുണ്ട്. എന്നാ തള്ള പണിയെടുത്തോട്ടെ, മോളവിടെ കിടന്നോട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കി. തള്ള എന്ന് സ്വന്തം ഉമ്മ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അത്രത്തോളം മോശമായി പോകൂലേ? ആ ഉമ്മയെ പരിഗണിക്കണം എന്നുള്ള നല്ല ബോധ്യം നമ്മൾ പകർന്നു കൊടുക്കണം. ഓക്കെ, ഇന്നിപ്പോൾ എന്നോട് ചില മറ്റേ കുട്ടികൾക്ക് ദേഷ്യം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഉസ്താദ് നിങ്ങളെക്കുറിച്ച് പറയും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മോളും ഉമ്മയുമായി മാറണം, മയമയും മരുമോളല്ല. അപ്പോൾ അത് അങ്ങനെ നല്ല ജീവിതം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 5-മത്തേത് പിന്നെ ദുആയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് ദുആ. എൻ്റെ മുൻ ഉസ്താദേ ദുആയൊക്കെ ഏതുപോലെ നിൽക്കട്ടെ. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ധൃതിയാണ് നമുക്ക്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 30-ൽ പരം കൊല്ലം ദുആയിരുന്നിട്ടാണ് മക്കൾ നന്നായി കിട്ടിയത്. അല്ലേ, 11 മക്കൾ നന്നായി കിട്ടിയത് 30-ൽ പരം കൊല്ലം ദുആയിരുന്നിട്ടാണെന്നേ യാക്കൂബ് നബിയുടെ കാര്യം പറയണത്. നമ്മളെത്ര ദുആയിരുന്നു? ദുആ കൊണ്ട് മാറും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് തഹജ്ജുദിലൊക്കെ ദുആർക്ക്, പഠിച്ചോനെ എൻ്റെ അമ്മായിയമ്മക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അപ്പോഴായിരിക്കും അമ്മായിമ്മ നടന്ന് വിളിക്കണത്, മോളെ ഇച്ചിരി വെള്ളം എടുത്തേടി, മക്ക് കയ്യില്ലേ, ഒന്ന് എടുത്തൂടെ. പോയി. ദുആരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ജീവിതം ഒന്ന് കൃത്യമാക്കിയിട്ട് സ്വന്തം ഉമ്മയായി പരിഗണിച്ചിട്ട് എൻ്റെ ഇക്കാക്ക് സമാധാനം വേണമെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഓക്കെ, ഒരു പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഇസ്മാണത്, സിമ്പിൾ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ ദിവസവും 400 പ്രാവശ്യം, ഒറ്റയടിക്ക് വേണമെന്നില്ല, എണ്ണം വെച്ചോ. ഡെയിലി 400 തവണ യാ വദൂദ് യാ അല്ലാ, യാ വദൂദു യാ അല്ലാ. സ്നേഹം നിറച്ചു തരുന്ന അള്ളാഹുവാണത് അല്ലേ. യാ വദൂദ് യാ അല്ലാ എന്ന് മനസ്സിൽ കരുതി ഹൃദ്യമായി ദുആ ചെയ്തോളൂ. നമ്മുടെ കുടുംബത്തിലെ ഈ ഭിന്നതകളൊക്കെ മാറി സ്നേഹം വർദ്ധിക്കാനത് കാരണമാവും. മനസ്സിലാവണ്ട. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൈറും തൗഫീഖും നൽകട്ടെ. അപ്പോൾ വേറൊന്നുമല്ല ഇത് പറയാൻ കാരണം, പല കുടുംബങ്ങളും ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കാന്നേ. ഈ റജബും ശഅബാനും റമദാനൊക്കെ കിട്ടിയിട്ട് ഈ ബന്ധങ്ങളൊന്നും റെഡിയായില്ലെങ്കിൽ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കുടുംബം നന്നാവണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകണ്ടല്ലേ? അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സുബ്ഹാന മൗലിദിൻ്റെ രചയിതാവ്, എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടത് മഹാനായ ഇമാമുൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ഇന്ന് സിമ്പിളായൊരു ചോദ്യമാണ്. ഒരു പെൺകുട്ടിക്ക് എത്ര നാൾ ഉമ്മ പാല് കൊടുക്കണം? ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ എത്ര നാൾ കുട്ടിക്ക് പാല് കൊടുക്കണം? കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണേ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാ, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണേ അല്ലാ, കെട്ടുറപ്പുള്ള ബന്ധങ്ങളാക്കണേ അല്ലാ, ഛിന്ന ഭിന്നമായി പോകുന്ന ബന്ധങ്ങളാക്കല്ലേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ, അസുഖബാധിതർക്ക് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ, കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ, സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ.
എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സുബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.